റിപ്പോർട്ടിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. അണ്ഡാശയം മാറി നീക്കം ചെയ്തു എന്നാണ് നെയ്യാറ്റിൻകര സ്വദേശി ആശയുടെ പരാതി. ഇടതണ്ടാശയത്തിലെ മുഴ നീക്കാൻ എത്തിയ യുവതിയുടെ വലതണ്ടാശയമാണ് നീക്കിയത്. 2023 ശസ്ത്രക്രിയ നടന്നിട്ടും വേദന മാറാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം അറിയുന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യം നൽകുമെന്നുമാണ് ഇപ്പോൾ സൂപ്രണ്ട് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് യുവതിയുടെ പ്രതികരണം കേൾക്കാം. അന്ന് കാഷ്വാലിറ്റിയിൽ കാണിക്കാനാണ് ഡോക്ടർ ഓഫർ ചെയ്തിരുന്നത്. കാഷ്വാലിറ്റിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിനു ശേഷം OPയിലേക്ക് വരാൻ പറഞ്ഞായിരുന്നു. OPയിൽ തുടർ ചികിത്സയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് ഓവറിൽ ഇയാൾക്കൊരു സിസ്റ്റ് ഉണ്ട്. അപ്പോൾ സിസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഒരു കുഞ്ഞുകൂടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞ് അതിന് മുഴ മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ, ഓവർ എടുക്കത്തില്ല എന്നായിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് സർജറിയുടെ ഡേറ്റ് തരികയും സർജറിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നത്. സർജറി കഴിഞ്ഞതിന് ശേഷം ഒബ്സർവേഷൻ ICUലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ലെഫ്റ്റ് ഓവറിൽ മുഴ വ്യാപിച്ചിരിക്കുന്നുള്ളതുകൊണ്ട് ലെഫ്റ്റ് ഓവറിൽ സിസ്റ്റ് റിമൂവ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എൻ്റെ ഓവർ എടുത്തിട്ടുള്ള കാര്യം. പക്ഷെ ഞങ്ങളടുത്ത് സമ്മതപത്രം പോലും ഓവർ എടുക്കുന്നതായിട്ട് എഴുതി വാങ്ങിച്ചിട്ടില്ലായിരുന്നു. സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, കൃത്യമായ വിവരങ്ങൾ ഇവരുമായി പങ്കുവച്ചില്ല എന്നതാണോ? അതായത് ഈ സിസ്റ്റ് നീക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഓവറി നീക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി, മാത്രമല്ല അണ്ഡാശയം തന്നെ മാറി നീക്കുന്ന നിലയിലേക്ക് എത്തി, അതുമൂലം വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നതാണ് ഇപ്പോൾ ആശ പറയുന്നത്, അല്ലേ? അതെ വിനിത, തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയായ ആശ, 28-കാരിയായ ആശയാണ് ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ആശ പറയുന്നത് 2 വർഷം മുമ്പ് 2023 ഇവർക്ക് വയറിന് വലിയൊരു വേദനയുണ്ടായി. അങ്ങനെ ഇവർ ആശുപത്രിയിൽ പോയി. അത് SIT ആശുപത്രിയിലായിരുന്നില്ല, നെയ്യാറ്റിൻകരയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലാണ് ഇവർ എത്തിയത്. അവിടെ വെച്ച് ഇവർക്കൊരു സ്കാനിംഗ് എടുക്കാൻ നിർദ്ദേശിക്കുന്നു. ആ സ്കാനിങ്ങിൽ ഇവരുടെ ഇടത്തെ വശത്തെ ലെഫ്റ്റ് സൈഡിലുള്ള അണ്ഡാശയത്തിൽ ഓവറിയിൽ ഒരു മുഴ ഉള്ളതായി കണ്ടെത്തി. അത് കുറച്ച് വലിയ ഒരു മുഴയായിരുന്നു, ഏതാണ്ട് 11 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടർമാർ ഇവരോട് SITയിലേക്ക് പോയി അവിടെ ഡോക്ടറെ കാണുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് SITയിൽ എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഈ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞതും ഇത് തന്നെയാണ്, വലിയ ഒരു മുഴയാണ്. അപ്പോൾ അടിയന്തരമായി തന്നെ ഇത് നീക്കം ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർക്ക് 26 വയസ്സേ ഉള്ളൂ, ഒരു മകൾ മാത്രമാണുള്ളത്, അപ്പോൾ മറ്റൊരു കുഞ്ഞും കൂടി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണ്ഡാശയം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ട, ഈ മുഴ മാത്രം എടുത്ത് മാറ്റിയാൽ മതി എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മതപത്രമൊക്കെ ആശുപത്രിക്ക് ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് സർജറി നടന്നത്. ഈ അണ്ഡാശയം നീക്കം ചെയ്ത ശേഷം ഡോക്ടർ ഇവരോട് വന്ന് പറഞ്ഞു ഇടതുവശത്തെ അണ്ഡാശയത്തിൽ വലിയൊരു മുഴയായിരുന്നു, അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ അണ്ഡാശയം എടുത്ത് മാറ്റി എന്ന് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായും 2 ഓവറി ഉള്ളത് കൊണ്ട് മറ്റു ഓവറിയിലൂടെ ഗർഭം ധരിക്കാൻ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിലേക്ക് സർജറിയൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയത്. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വലിയ രീതിയിലുള്ള വയറുവേദന വന്നപ്പോഴാണ് ഒരു തവണ കൂടി ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമായത്. അപ്പോൾ ഇവർ എടുത്തു മാറ്റി എന്ന് പറയുന്ന ഇടതുവശത്തുള്ള ഓവറി അവിടെ തന്നെയുണ്ട്, പക്ഷേ വലതുവശത്തെ റൈറ്റ് സൈഡിലുള്ള ഓവറി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, പക്ഷേ ഈ ഓവറിയിൽ ഉണ്ടായിരുന്ന മുഴ എടുത്തു മാറ്റുകയും അത് മറ്റ് ടെസ്റ്റുകൾക്ക് മറ്റും അയക്കുകയും അതിൽ അവർക്ക് ക്യാൻസർ അടക്കമില്ല എന്ന് കണ്ടെത്തുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് വിനിത. പക്ഷേ രണ്ടാമത് വന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇവർക്ക് ഇടതുവശത്തെ അണ്ഡാശയം അവിടെയുണ്ട്, പക്ഷേ വലതുവശത്തെ അണ്ഡാശയം അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ശേഷമാണ് ഇവർ ആരോഗ്യവകുപ്പിൽ പരാതിയും ഒക്കെ ആയിപ്പോയത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ആശുപത്രി അധികൃതരോട് സംസാരിച്ചിരുന്നു വിനിത. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പെൽവിക് ക്യാവിറ്റിക്കുള്ളിൽ 2 ഓവറിയാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുക. അതിൽ പെൽവിക് ക്യാവിറ്റിക്കുള്ളിൽ ഈ ഓവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഇത്തരത്തിലൊരു സ്കാനിംഗ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഓവറി, ഈ പറയുന്ന ഇടതുവശത്തെ പ്രശ്നമുണ്ടായിരുന്നു എന്ന് കാണിച്ചിരുന്ന ഓവറി ആ സമയത്ത് ഇടതുവശത്തും പിന്നീട് അത് വലതുവശത്തേക്ക് മാറിയതാണ്. കാരണം ഈ പെൽവിക് ക്യാവിറ്റിക്കുള്ളിൽ തന്നെ ഈ അണ്ഡാശയങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവറിയുടെ കാര്യത്തിലൊക്കെ എടുക്കുന്ന സ്കാനിങ്ങിൽ അത്തരത്തിലുള്ള മാറ്റം വരാറുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി ഇവരുടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷന്റെ സമയത്താണ് ഇത്തരത്തിൽ ഇടതുവശത്തല്ല മറിച്ച് വലതുവശത്താണ് ഇവരുടെ ഒരു മുഴയുള്ളത് എന്ന് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു മുഴയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കൊന്നും ഒരു മാറ്റം വരാനുള്ള സ്ഥലം 11 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര വലിയ മുഴയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വന്നതാകാൻ ഉള്ള സാധ്യതയില്ല. മെഡിക്കൽ ആരോഗ്യവകുപ്പിന് ഇവർ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ DMEയും അതുപോലെ തന്നെ ഈ SIT സൂപ്രണ്ടിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ മറ്റു പിഴവുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആശയുടെ കാര്യത്തിൽ എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് അതാണെങ്കിൽ പോലും ഇനി എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്? തുടർ ചികിത്സ നടത്തേണ്ടതുണ്ട്, മാത്രമല്ല ഗുരുതരമായ ഒരു പിഴവുണ്ടായിരിക്കുന്നു, അതിൽ നടപടികൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട്.
വിനിത, ഇതുമായി ബന്ധപ്പെട്ട ആശ നിലവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷേ 2 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സർജറി നടക്കുന്നത്. 2023 നിലവിൽ ആശ ഇത് മാധ്യമങ്ങളോടൊക്കെ അടക്കം പറയാൻ തയ്യാറായത് എന്ന് ആശ പറയുന്നത്. ഇതിനുശേഷം ഈ മെഡിക്കൽ ആരോഗ്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ആശ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ പരാതി നൽകിയിരുന്നതാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഇതിന് മുൻപ് തന്നെ ആരോഗ്യ വകുപ്പിന് പരാതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൽ പരാതി നൽകുകയും ഈ അന്വേഷണമൊക്കെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പലവട്ടം ആശ 2 തവണ ആശ ഇതിനിടയ്ക്ക് ഗർഭിണിയാവുന്നുണ്ട്. അത് അബോഷനായി പോവുകയും ചെയ്തു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നപ്പോഴേക്കും വീണ്ടും SAT ആശുപത്രിയിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യമാണ് ആശ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ടാണ് താൻ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടടക്കം പറയുകയും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാൻ തയ്യാറാകുകയും ചെയ്തതെന്നാണ് ആശ പറയുന്നത്. പക്ഷേ ഇതിലും സൂപ്രണ്ട് വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ആശയ്ക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ താൻ സൂപ്രണ്ട് എന്ന നിലയിൽ താൻ എല്ലാ ദിവസവും ആശുപത്രിയിൽ ഉണ്ടാകാറുണ്ട്. തന്റെ അടുത്തേക്ക് വന്ന ആശയ്ക്ക് ഈ പ്രശ്നങ്ങൾ പറയാവുന്നതാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ വേണമെങ്കിൽ നാളെ മുതൽ ആശയ്ക്ക് ചികിത്സ നൽകാനും തയ്യാറാണ് എന്നുള്ള കാര്യമാണ് SAT അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഗൈനക്കോളജി വിഭാഗത്തിലെ യൂണിറ്റ് ഹെഡ് ആയിട്ടുള്ള അജിത് ഡോക്ടർ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ള കാര്യമാണ് ആശ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യം അത് ഒരുക്കുക തന്നെ വേണം. ഒപ്പം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയും ഉണ്ടാകണം.